എല്ലാ കൂട്ടുകാർക്കും, എല്ലാ ഇൻവെസ്റ്റേഴ്സിനും, എല്ലാ ട്രേഡേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ ഇലക്ഷൻ വരികയാണ്. ഇപ്പോൾ അടുപ്പിച്ച് എല്ലാ വീഡിയോസിലും ഇത് പറയുന്നുണ്ട്. കാരണം 5 വർഷത്തിനിടയിൽ വരുന്ന ഒരു സംഭവം ആയതുകൊണ്ട് അതിൻ്റെ ഇമ്പാക്റ്റ് തീർച്ചയായും ഓഹരി വിപണിയിൽ ഉണ്ടാകും. അപ്പോൾ പുതിയതായിട്ട് ഓഹരി വിപണിയിൽ വന്ന, അതായത് 1 വർഷത്തിനോ 2 വർഷത്തിന് ശേഷം വന്നവർക്ക് അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയില്ല. പഴയ ഇൻവെസ്റ്റേഴ്സിന് എല്ലാം അറിയാം ഇങ്ങനെ വരുമ്പോൾ എന്താണ് വിപണി പ്രതികരിക്കുക എന്ന്. അതുകൊണ്ടാണ് ഇപ്പോൾ അടുപ്പിച്ച് ഞാൻ ഇറക്കിയ വീഡിയോസിലെല്ലാം ഇത് പറയുന്നത്. അപ്പോൾ മാർക്കറ്റിൽ പൊതുവെ ഒരു ട്രെൻഡ് നിലനിൽക്കുന്നു. അതായത് നമുക്ക് അറിയാം ഓഹരി വിപണി ഇത്രയും കയറിയിട്ട് ഒരു ലാഭമെടുപ്പ് ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ മാർക്കറ്റ് കയറിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു സ്റ്റക്കായ പോലെയാണ് നിൽക്കുന്നത് മാർക്കറ്റ്. പക്ഷേ ഇതൊരു കറക്ഷനോ ഒരു ചെറിയൊരു ഇടിവോ എന്ന് പറയാനായിട്ട് സാധിക്കില്ല ഇതിന്. ഇപ്പോൾ 2-3 ദിവസത്തെ ഈ താഴ്ച. അപ്പോൾ മാർക്കറ്റ് എന്താണ് ഉറ്റുനോക്കുന്നത്? അതായത് ഈ നിലവിലുള്ള സർക്കാർ തന്നെ തുടരുമെന്നാണ് മാർക്കറ്റിൻ്റെ ഒരു പ്രതീക്ഷ. കാരണം മാർക്കറ്റ് അങ്ങനെ വിചാരിക്കുന്നത് കൊണ്ടാണ് മാർക്കറ്റ് ഇലക്ഷനുമായിട്ടും ഇങ്ങനെ തന്നെ നിൽക്കുന്നത്. ഇനി മാർക്കറ്റിൽ എപ്പോഴാണ് ചേഞ്ചസ് വരിക? അതായത് ഇലക്ഷനെല്ലാം കഴിഞ്ഞിട്ട് മാർക്കറ്റിൻ്റെ വിചാരത്തിനെതിരെ ഒരു എക്സിറ്റ് പോൾ വരുമ്പോൾ അവിടെ മാർക്കറ്റ് റിയാക്ട് ചെയ്യും. അതുകൂടാതെ മാർക്കറ്റ് പ്രതീക്ഷിക്കുന്ന ഇപ്പോഴത്തെ സർക്കാരിന് എതിരെ വികാരം ഇലക്ഷന് ശേഷം റിസൾട്ട് എണ്ണുമ്പോൾ വന്നാലും അപ്പോഴും മാർക്കറ്റ് നല്ല രീതിയിൽ പ്രതികരിക്കാം. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് മാർക്കറ്റ് ഇപ്പോൾ പ്രതികരിക്കാതെ നിൽക്കുന്നത്. അത് നമ്മൾ മനസ്സിൽ വയ്ക്കുക ആ കാര്യങ്ങൾ. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന കാര്യം എന്താ വെച്ചാൽ BJPയുടെ പ്രകടന പത്രിക പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ BJPയുടെ പ്രകടന പത്രിക പുറത്തിറക്കുമ്പോൾ BJP തന്നെ വരുമെന്നാണ് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് മാർക്കറ്റിൽ കാണാനായിട്ട് സാധിക്കും വരും ദിവസങ്ങളിൽ. അപ്പോൾ അതിൻ്റെ ഫലമായി ചില ഓഹരികളിൽ കുതിപ്പുണ്ടാവാൻ സാധ്യതയുണ്ട്. അത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി BJPയുടെ പ്രകടന പത്രികയായ സങ്കല്പ് പത്ര പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറത്തിറക്കുകയാണ്. അതായത് ഉൽപാദനം, കയറ്റുമതി, MSME മേഖലകൾക്ക് മുൻഗണന നൽകുന്നതിനോടൊപ്പം തൊഴിൽ സൃഷ്ടിക്കുന്നതിനും ഗ്രാമീണരുടെ വരുമാനം ഉയർത്തുന്നതിനും സ്ത്രീകളുടെയും യുവാക്കളുടെയും ശാക്തീകരണത്തിനും പ്രാധാന്യം നൽകുമെന്നാണ് പ്രകടന പത്രികയിൽ പറയുന്ന കാര്യം. അതായത് BJP 3ാം തവണ അധികാരത്തിലെത്തുമ്പോൾ ചില മേഖലകൾ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഓഹരി വിപണി നിക്ഷേപകർ ഉള്ളത്. അത് ഏതൊക്കെ മേഖലയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് BJPയുടെ പ്രകടന പത്രിക നയതുടർച്ച തന്നെയാണ് സൂചിപ്പിക്കുക. അതായത് പാർപ്പിട മേഖല, പ്രതിരോധം, റെയിൽവേ, വിമാനം, വൈദ്യുതി, ഇലക്ട്രിക് വാഹനങ്ങൾ മുതലായ മേഖലകളാണ് ഉദാഹരണമായിട്ട് പറയാനുള്ളത്. അടുത്ത 5 വർഷത്തിനുള്ളിൽ പ്രധാന വ്യവസായ മേഖലകൾക്കെല്ലാം കൂടുതൽ ഊന്നൽ നൽകുമെന്നാണ് പ്രകടന പത്രിക നൽകുന്ന സൂചന. അതായത് 2030 രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ $6.7 ലക്ഷം കോടി എത്തുമെന്നാണ് കരുതപ്പെടുന്നത്. അതായത് അപ്പോൾ നിഫ്റ്റി 40,000 എന്ന ലെവലിൽ എത്തുമെന്ന് ധനകാര്യ സേവന ദാതാക്കൾ ചിലർ ചൂണ്ടിക്കാട്ടിക്കുന്നുണ്ട്. അപ്പോൾ ആഗോള ഉൽപ്പാദനത്തിൻ്റെ കേന്ദ്രമായി ഇന്ത്യയെ മാറ്റാൻ കേന്ദ്രം ശ്രമിക്കുന്നതിനാൽ പ്രധാന മേഖലകളിലെ ഓഹരികളും നേട്ടമുണ്ടാക്കാനായിട്ട് സാധ്യതയുണ്ട്. അതായത് ഇലക്ട്രിക് വാഹന വിപണിയുമായി ബന്ധപ്പെട്ട ഓഹരികളും മുന്നേറാം. EV ചാർജറുകൾ, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ഒരുക്കുന്ന കമ്പനികൾ നേട്ടമുണ്ടാക്കാം. EV മേഖലയിൽ ടാറ്റ മോട്ടോഴ്സ്, TVS മോട്ടോർ തുടങ്ങിയ കമ്പനികൾ മുന്നേറാൻ സാധ്യതയുണ്ടെന്ന് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. അതുകൂടാതെ ഫാർമ, കൺസ്യൂമർ ഗുഡ് ഓഹരികളും മുന്നേറുന്നു. അതായത് ഫാർമ മേഖലയിൽ ഡിവീസ്, അബി ഓർഗാനിക്, സുവി തുടങ്ങിയ ഓഹരികളും നേട്ടമുണ്ടാക്കും. FMCG മേഖലയിലാണെങ്കിൽ ചില ഓഹരികൾ മുന്നേറാൻ സാധ്യത. അതായത് ഡാബർ, ഇമാമി ആൻഡ് ബജാജ് കൺസ്യൂമർ എന്നിവരും നേട്ടമുണ്ടാക്കാൻ പോകുന്ന ഓഹരികളിൽ ചിലതാണ്. അപ്പോൾ ഈ ഓഹരികളിലെല്ലാം നമ്മൾ ഒരു കണ്ണുവെക്കുന്നത് വരും ദിവസങ്ങളിൽ നല്ലതാണ്. അപ്പോൾ ഇതാണ് ഈ വീഡിയോയിൽ പറയാനായിട്ട് തീരുമാനിച്ച കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.